ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നമ്മൾ IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സീസൺ IPL തുടങ്ങിയിട്ട് ഞാൻ IPL റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്ന് രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ നമ്മുടെ മലയാളി സഞ്ജു സാംസണിന്റെ ടീമാണല്ലോ രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിനുള്ള ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു ഇഷ്ടം തീരെയില്ല. ഈ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ കളി കാണാൻ ഇപ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഫാക്ടർ 14 വയസ്സ് മാത്രം. കൃത്യമായി പറഞ്ഞാൽ 14 വയസ്സും 32 ദിവസവും ഏജ് ഉള്ള ബീഹാറുകാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ആ കൊച്ചു പയ്യനാണ്. ഞാൻ അവന്റെ കളി കാണാൻ വേണ്ടി മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന്റെ മാച്ച് ഇപ്പൊ കാണുന്നത്. അവൻ ഇങ്ങോട്ട് വരും, രണ്ടടി അടിക്കും, അവൻ ഔട്ടാകുമ്പോൾ ഞാൻ കളി ഓഫാക്കിയിട്ട് പോകും. ഞാൻ അല്ലാതെ രാജസ്ഥാൻ റോയൽസിന്റെ കളി കാണാൻ നിൽക്കത്തില്ല. വെറും അട്ട കളിയാണ് ഇവന്മാര് കളിക്കുന്നത്, വെറും വൃത്തിയായിട്ട കളി. പറയാതിരിക്കാൻ വയ്യ. കുറെ പാഴുകൾ, കുറെ മരപ്പാഴുകൾ എടുത്ത് ടീമിലിട്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഇന്ന് ഈ പയ്യന്റെ, ഈ ചെറുക്കന്റെ അടി കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. 14 വയസ്സുള്ളവൻ ഇന്ന് അടിച്ചു കൂട്ടിയത് 11 സിക്സും 7 4 അടക്കം 38 വാളയെന്ന് 101 റണ്ണ്, 35 വാളയെന്ന് സെഞ്ചുറി അടിച്ചു. 14 വയസ്സിലൊക്കെ നമ്മളിവിടെ ഗോലി കളിച്ച് കിടക്കുകയാണ്. അന്നേരം അവനോടൊപ്പം IPL-നകത്ത് സെഞ്ചുറി അടിക്കുന്നു. ആലോചിച്ച് നോക്കണേ, എന്തുവാടേ. കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. അത് എന്റെ മാത്രമല്ല, ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന ആൾക്കാരുടെ, ഇവനെതിരെ വോൾ ചെയ്യാൻ വരുന്ന എല്ലാവരുടെയും ഇവന്റെ അടി കണ്ട് കണ്ണ് തള്ളി കറങ്ങിപ്പോയി. ആദ്യം തന്നെ അടി മേടിച്ച് കൂട്ടിയ സിറാജാണ്. സിറാജിന് ശരിക്കും കിട്ടി. അന്ന് ആലോചിച്ച് നോക്കണേ, ഇന്ത്യയുടെ മെയിൻ ബോളറാണ് 14 വയസ്സുള്ള ചെറുക്കിന് എടുത്തിട്ട് പൊട്ടിക്കുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇശാന്ത് ശർമ്മ വന്ന് ഒരു 28 ഈച്ചയും വിട്ട് കളഞ്ഞ് അടിച്ച് കണ്ടം കാണിച്ചു കളഞ്ഞ്. 3 സിക്സും 2 4 പിന്നെ 2 വൈഡും, അങ്ങനെയാണ് 28 റണ്ണ് ഇശാന്ത് ശർമ്മയുടെ ഊത്ത് തീർത്ത്. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പിന്നർ ഇറക്കാന്ന് വിചാരിച്ചു. റാഷിദ് ഖാൻ ആയിരുന്നു ക്യാപ്റ്റൻ. സ്പിന്നർ ഇറക്കി ആരെയാണ് അവനെ കൊണ്ടുവന്ന്, വാഷിംഗ്ടൺ സുന്ദറിനെ. അവനും കൊടുത്ത് 2 6 1 4, അവനെ അടിച്ച് കീച്ചയും വിട്ടുകളഞ്ഞു. ആരെ കൊണ്ടുവന്നിട്ട് ചെറുക്കനെ പിടിച്ചിട്ടാൻ പറ്റുന്നില്ല. അവനെ അടിയോട്ടടി. അവനാണെങ്കിൽ ഒരു ബോൾ പോലും ഡിഫെൻഡിങ് ഒന്നുമില്ല. ഫിയർലെസ് കളിയാണ്. വരിക, അടിക്കുക, അറഞ്ചാൻ പറഞ്ഞു അടിക്കുക, ഔട്ട്. ഈ ഒരു 14 വയസ്സുള്ള പയ്യന് അവന് പേടി എന്ന് പറഞ്ഞ ഒരു സാധനമില്ല അവന്റെ ബാറ്റിങ്ങിൽ. കഴിഞ്ഞ ദിവസം വീരേന്ദ്ര സേവാഗ് ഇവനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇവൻ അടുത്ത കൊല്ലത്തെ ഇങ്ങനെയാണ് ഇവൻ കളിക്കുന്നതെങ്കിൽ അടുത്ത കൊല്ലത്തെ IPL സീസണിൽ ഇവൻ കാണത്തില്ലെന്ന്. ആരാ പറയുന്നത്? വീരേന്ദ്ര സേവാഗ്. എന്താണ് ഫിയർലെസ് ക്രിക്കറ്റ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് വീരേന്ദ്ര സേവാഗാണ് ഇവന്റെ അടുത്ത് ഇവനെ വിമർശിക്കുന്നത്. ഇവനെങ്ങാണ്ട് കേൾക്കുവോ? ചെറുക്കനങ്ങ് അടിയോടടി, ഇത് തന്നെ അറഞ്ചാൻ പുറഞ്ഞ അടി തന്നെ അടി. അങ്ങനെ ഇവൻ 17ാമത്തെ ബോളിൽ 50. IPL ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ, 50 അടിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ 17ാമത്തെ ബോളിൽ, അതും ഈ സീസൺ IPL-ലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 ആണ് അടിച്ചേക്കുന്നത്. 17 ബോളിൽ 51 റണ്ണ്. അവിടെ കൊണ്ട് നിർത്തിയോ? ഇല്ല, ഞാൻ വിചാരിച്ചു ഇവൻ ഔട്ടായി പോകുന്നു. കാര്യം ഇവന്റെ അടി അങ്ങനത്തെ അടിയാണല്ലോ. അതുകൊണ്ട് നിർത്തിയില്ല. ഇവന്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അടിയൊന്നുമില്ല, മുഖ്യത്തൂരിയുള്ള അടിയൊന്നുമില്ല. അങ്ങനെ പവർഫുൾ ഷോട്ടാണ് അടിക്കുന്ന. മിക്കവാറുള്ള എല്ലാം ഒരു 80+ 90+ ആണ് സിക്സ് മൊത്തം പോകുന്നത്. അമ്മാതിരി കണ്ടം കറക്കി അടിയാണ് അടിക്കുന്നത്. ഇശാന്ത് ശർമ്മ എറിയാൻ വന്ന് 28 റൺ അടിച്ചെന്ന് പറഞ്ഞില്ലയോ? അവന്റെ അടി കണ്ടിട്ട് ഓപ്പോസിറ്റ് ടീമായിട്ടുള്ള തവേത്തെ വരെ അവന്റെ അടുത്ത് പോയി, കൊള്ളാട മോനെ, സൂപ്പർ കളി, കൈ കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് കഴിഞ്ഞ് റാഷിദ് ഖാൻ വന്നപ്പോ സമയത്ത് ഇവനൊരു LB ആയി. അതായത് അമ്പയർ ഔട്ട് വിളിച്ചില്ല. അപ്പൊ ഇവന്മാര് റിവ്യൂ കൊടുത്തു. റിവ്യൂ ജസ്റ്റ് പൊട്ടിക്കാണ് പോയത്. ആ റിവ്യൂ നഷ്ടപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ റിവ്യൂ ഇവൻ നോട്ട് ഔട്ട് ആയ സമയത്ത് ജോസ് ബട്ട്ലറിന്റെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു. ജോസ് ബട്ട്ലർ ആകാശത്തോട്ട് നോക്കി, എന്റെ പടച്ചോനെ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ജോസ് ബട്ട്ലർ ഇട്ടത്. ഒന്ന് ആലോചിക്കണം, വെറും 14 വയസ്സുള്ള ഒരു പയ്യനെ പേടിക്കുന്നു. അന്നേരം അവന്റെ കഴിവ്, അന്നേരം അവന്റെ പവർ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് വേണം ഇവന്? 14 വയസ്സ് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 14ാമത്തെ വയസ്സിൽ നമ്മളൊക്കെ എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അവൻ കോടിക്കണക്കിന് രൂപ, ഇവനെ 1,10,00,000 രൂപയ്ക്കാണ് IPL ലേലത്തിന് രാജസ്ഥാൻ റോയൽസ് എടുത്തത്. ആ സമയത്ത് പല ആൾക്കാരും ചോദിച്ചു, ഈ 14 വയസ്സുള്ള ചെറുക്കനെ എന്തിന് 1,10,00,000 രൂപയ്ക്ക് മേടിച്ചു? നിങ്ങളത് ആലോചിക്കണം. 1,10,00,000 രൂപ വരെ ആളുകൾ ഇവനെ പിടിച്ചു. ഇവനുള്ള പിടിവലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും എമൗണ്ട് കയറി പോയത്. അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് സിമ്പിൾ ആയിട്ട് വരേണ്ട സാധനത്തിന് 1,10,00,000 വരെ ആൾക്കാർ ഓപ്ഷൻ നടത്തി. അതായത് ഇവന്റെ കഴിവ് അവരും ബാക്കിയുള്ള ടീമും മനസ്സിലാക്കിയെന്നുള്ളതാണ്. എന്തായാലും രാജസ്ഥാൻ വന്നു. രാജസ്ഥാൻ അത് മുതലാക്കി. കളിച്ച 3ാമത്തെ കളി തന്നെ അവൻ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ഗൈസ്. 35 ബോളിൽ നിന്നാണ് അവൻ സെഞ്ചുറി അടിച്ചത്. വെറും 35 ബോളിൽ നിന്ന് IPL ചരിത്രത്തിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഗെയിൽ, 30 ബോളെ സെഞ്ചുറി. ചെറുക്കൻ, വെറും 14 വയസ്സുള്ള ചെറുക്കൻ 35 ബോളെ സെഞ്ചുറി അടിച്ചു. ഇതിന്റെ ഇടയിൽ കൂടെ കരീം ജന്നത്ത് എന്ന് പറയുന്ന ഒരു ബോൾ ചെയ്യാൻ വന്നത് അഫ്ഗാൻ പ്ലെയർ ആണ്. ഇവന്റെ ആദ്യത്തെ IPL-ലാണ്. അവൻ ആദ്യമായിട്ട് ബോൾ എറിയുന്ന ഈ പയ്യനെതിരെയാണ്. അവനെ തൂക്കിയ തൂക്ക്.
ഒരു ഓവർ 30 റൺ, 3 4 3 6 പൊറഞ്ചോ അടി. അവനെ പിന്നെ വഴിക്കോട്ടെ കണ്ടില്ല. അടി കിട്ടിയത് മേടിച്ചോണ്ട് അവന്റെ പാട്ടിനും പോയി. അങ്ങനെ ഇവൻ സെഞ്ചുറി അടിച്ച സമയത്ത് 35 ബോളിൽ സെഞ്ചുറി അടിച്ച സമയത്ത് 11 6 7 4. ഈ വട്ടത്തെ IPL-ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ആണ് GTയുടേത്. പ്രസീദ് കൃഷ്ണ നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല എക്കണോമിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളറാണ്. അതുപോലെ തന്നെ സിറാജ്, റാഷിദ് ഖാൻ വലിയ വിക്കറ്റ് ഒന്നും നേടുന്നില്ലെങ്കിൽ പോലും എക്കണോമിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റാഷിദ് ഖാൻ ബോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബോളിംഗ് അറ്റാക്ക് ഉണ്ട്. അവന്മാരെയാണ് പിറക്കിയിട്ട് പയ്യൻ അടിച്ചത്. അങ്ങനെ 11ാമത്തെ ഓവറിൽ 5ാമത്തെ ബോളിൽ പ്രസീദ് കൃഷ്ണയുടെ ഒരു കിടിലൻ യോർക്കറിൽ ചെറുക്കൻ ഔട്ടായി പോയി. അപ്പോഴത്തേക്ക് 166 ഈ കളിയുടെ ഒരു കാര്യം പറയാം. ഇവന്മാർക്ക് ജയിക്കാൻ ചെറുക്കന്റെ ഫോട്ടോ കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ പയ്യൻ. ഈ ഓമനത്തുള്ള മുഖം നോക്ക് നിങ്ങള്. പൊടിമീശ പോലും അവന് കിളിച്ചിട്ടില്ല. ഈ പാൽക്കുപ്പി പയ്യനാണേ സെഞ്ചുറി അടിച്ചത്. കണ്ടോ, അടി കൊണ്ട് തൂറിയവന്മാര്. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഇവനാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കണ്ടവരുടെ കണ്ണ് തള്ളിപ്പോയി. അമ്മാതിരി സാധനം പറയാതിരിക്കാൻ വയ്യ. അത്ര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഈ ഒരു മാച്ച് ഇരുന്ന് കണ്ടു തീർത്തത്. ഇനി ഈ ഒരു ഗെയിമിലോട്ട് വരാം. ഗുജറാത്ത് ടൈറ്റൻ ആദ്യം ബാറ്റ് ചെയ്ത് 209 റൺ 209 റണ്ണാണ് അടിച്ചത്. അതിനകത്ത് സായ് സുദർശൻ 30 വളയെന്ന്, ഗില്ലടിച്ച് 84 അടിച്ച്. പിന്നെ ജോസേട്ടൻ RRന്റെ അടുത്ത ആളായിരുന്നു. എന്തിനാണ് ജോസ് ബട്ട്ലറിനെ ഇവന്മാര് വിട്ട് കളഞ്ഞെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് കുറെ മരപ്പാഴികളെ 15 ഓടിക്കുകയൊക്കെ പിടിച്ച് ടീമിലിട്ടിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ. ജോസ് ബട്ട്ലർ ആണെങ്കിൽ ഒടുക്കത്തെ ഫോമിൽ. ജോസ് ബട്ട്ലർ റൺവേട്ടയിൽ ടോപ്പ് 5 ജോസ് ബട്ട്ലർ ഉണ്ട് താരം. അങ്ങനെ ജോസ് ബട്ട്ലറും 26 വളെ 50 അടിച്ച്. അങ്ങനെ അവന്മാര് 20 ഓവറിൽ 209 റണ്ണ് അടിച്ചു കയറ്റി. രാജസ്ഥാനിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. അങ്ങനെ അടുത്ത ബാറ്റിങ്ങിന് ഇറങ്ങിയ നമ്മുടെ രാജസ്ഥാൻ റോയൽസ്, ഈ പയ്യനും വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൂടാണ് ഇറങ്ങിയത്. ആദ്യത്തെ ഓവറിൽ തന്നെ കണ്ട് ജയ്സ്വാളിന്റെ ഒരു ക്യാച്ച് ജോസ് ബട്ട്ലർ അങ്ങ് വിട്ട് കളഞ്ഞു. അപ്പൊ തന്നെ കളി അങ്ങ് കയ്യിൽ നിന്ന് വിട്ട്. ഇവന്മാർ ഇങ്ങോട്ട് വന്ന ആദ്യത്തെ 6 ഓവറിൽ തന്നെ കണ്ട് 87 റണ്ണം കണ്ടടിച്ച് കയറ്റി. പവർ പ്ലേ തന്നെ 87 റൺ. അപ്പൊ തന്നെ കളി കയ്യിൽ നിന്ന് വിട്ട്. പിന്നെ രാജസ്ഥാൻ റോയൽസ് അതിന്റെ പേരിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവന്മാർ തോറ്റു പോകുന്നു. കാര്യം ഇതിന് തൊട്ട് മുമ്പത്തുള്ള കളിയിൽ ആ രീതിയിലാണ് ഇവന്മാർ തോറ്റത്. വെറും നാണം കെട്ട തോൽവി. ആ തോൽവി ഞാൻ പറഞ്ഞുതരാം. രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റലും തമ്മിലുള്ള കളിയിൽ ലാസ്റ്റ് ഓവറിൽ 9 റണ്ണ് വേണമായിരുന്നു. ഇവന്മാര് 8 റൺ എടുത്ത് സമനിലയാക്കി സൂപ്പർ ഓവറിൽ പോയി തോറ്റു കൊടുത്തു. ആ സൂപ്പർ ഓവർ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൂപ്പർ ഓവർ അത് സ്റ്റാർക്കിന്റെ ബോളിംഗിന്റെ മുന്നിൽ ഇവന്മാര് പെട്ടുപോയി. അടുത്ത കളി LSG ആയിട്ട് 2 റണ്ണാണ് തോറ്റേക്കുന്നത്. അതും ലാസ്റ്റ് ഓവർ ജയിക്കാൻ വെറും 9 റണ്ണ്. അവിടെയും 7 റൺ എടുക്കാനേ ഇവന്മാരുടെ ബാറ്റ്സ്മാൻമാർക്ക് പറ്റിയുള്ളൂ. അവിടെയും ആവേശ് ഖാന്റെ ബോളിംഗിന്റെ മുന്നിൽ അവിടെയും തോറ്റു. അടുത്ത കളി RCB ആയിട്ട് വെറും 12 ബോളിൽ 18 റൺ എടുക്കാൻ മതി. 12 ബോളിൽ 18. T20 അപേക്ഷിച്ച് 12 ബോളിൽ 18 എന്ന് പറയുന്നത് വലിയ സ്കോറൊന്നുമല്ല. ആ കളി ഉമാര് 11 റണ്ണിനാണ് തോറ്റത്. ജോഷ് ഹേസൽവുഡിന്റെ ബോളിന്റെ മുന്നിൽ ഉമാര് പതറിപ്പോയി. അന്നേരം ജയിക്കാവുന്ന 3 കളികൾ അടുപ്പിച്ച് 3 കളികൾ കൈവിട്ട ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് ഈ ഒരു കളി ഈ പയ്യൻ ഔട്ടായ സമയത്ത് എനിക്ക് പ്രതീക്ഷ GT ജയിക്കുമെന്നായിരുന്നു. പിന്നെ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് ആ ജയ്സ്വാൾ നിന്നടിച്ച് പിന്നെ ഇറങ്ങിയ പാൻപരാഗ് നിന്നടിച്ച് കളി അങ്ങ് ജയിച്ച്. അങ്ങനെ 25 ബോൾ ബാക്കി നിർത്തി 209 റണ്ണ് അവന്മാര് ചേസ് ചെയ്തു. അങ്ങനെ കുറെ തോൽവിക്ക് ശേഷം രാജസ്ഥാൻ റോയൽസ് ഒരു കളി ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പയ്യനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ അവനെ പറ്റി പറയാം. ഉമ്മരെയൊക്കെ പറ്റി പറഞ്ഞിട്ട് എന്തോ കാര്യമൊന്നുമില്ല. ഉമ്മരെന്തായാലും പ്ലേ ഓഫിലും കയറാൻ പോകുന്നില്ല. അപ്പം വൈഭവ് സൂര്യവംശി ബീഹാറുകാരനാണ്. അവൻ അണ്ടർ-19 കളിച്ചിട്ടുണ്ട്. അണ്ടർ-19 ഓസ്ട്രേലിയക്കെതിരെയൊക്കെ സെഞ്ചുറിയൊക്കെ 58 ബോളെ സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇവനെ IPL ഉമാര് ലേലത്തിനടുത്ത് എടുത്തേക്കുന്നത്. അവൻ സഞ്ജു സാംസണ് പരിക്ക് പറ്റിപ്പോയ സമയത്ത് സഞ്ജു സാംസണിന് പകരം ജയ്സ്വാളിന്റെ കൂടെ ഓപ്പണിംഗ് വൈഭവ് സൂര്യവംശിയാണ് ഇറങ്ങിയത്. അവന്റെ 3ാമത്തെ മാച്ചാണ്. ഇവന്റെ ആദ്യത്തെ മാച്ച് LSGക്കെതിരെയായിരുന്നു. 20 ബോളെ 34 റണ്ണാണ് അവൻ എടുത്തത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളി തന്നെ 3 സിക്സ് അടിച്ചു. അതിനകത്ത് ഒരു സിക്സ് അവന്റെ കരിയറിലെ IPL-ലെ ആദ്യത്തെ ബോള് 6 അടിച്ചുകൊണ്ടാണ് ഈ പയ്യൻ തുടങ്ങിയത്. അന്നേരം അവന്റെ കോൺഫിഡൻസ്, അവന്റെ ഫിയർലെസ് ആയിട്ടുള്ള ക്രിക്കറ്റ് ആദ്യത്തെ ബോളിൽ തന്നെ ആളുകൾ മനസ്സിലാക്കിയതാണ്. കരിയറിൽ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ബോൾ 6 അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. സൂപ്പർ സാധനം, സൂപ്പർ സിക്സ് ആയിരുന്നു അത്. അങ്ങനെ ആ കളി തന്നെ 20 ബോളിൽ 34 റണ്ണ്, 2 4 3 6 ആണ് ഫസ്റ്റ് കളി സ്കോർ ചെയ്തത്. രണ്ടാമത്തെ കളി RCBക്കെതിരെയായിരുന്നു. ആ കളി അധികം പയ്യൻ അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 12 ബോളെ 16 റണ്ണ് എടുത്തോളൂ. പക്ഷെ ആ കളിയും 2 സിക്സ് അടിച്ച്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പം ആദ്യത്തെ കളി 3 സിക്സ്, രണ്ടാമത്തെ കളി 2 സിക്സ്, മൂന്നാമത്തെ കളിയാണ് ഇപ്പൊ കൊണ്ട് കഴിഞ്ഞത് GTക്കെതിരെ. GT ആണെങ്കിൽ കട്ട ഫോമിൽ നിൽക്കുന്ന ടീം. അവന്മാരെ അടിച്ച് തൂഫാനായി കളഞ്ഞു. 38 ബോളായത് 101 റണ്ണ്, 7 4 11 സിക്സ്, സ്ട്രൈക്ക് റേറ്റ് 265.79. പയ്യന് പുതിയൊരു പേരും കിട്ടിയിട്ടുണ്ട്, ബോസ് ബേബി. നമ്മുടെ യൂണിവേഴ്സൽ ബോസ് ആരാ? ഗെയിലാണ്. അതിന്റെ കുഞ്ഞ് എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പുതിയ പേരും ഇട്ടുകൊടുത്തിട്ടുള്ളത്, ബോസ് ബേബി.
മൊത്തത്തിൽ ഇന്ന് 4 അവാർഡാണ് ചെറുക്കന് കിട്ടിയത്. ഒന്ന് സൂപ്പർ സ്ട്രൈക്കർ, അത് സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ടുള്ള കൊടുക്കുന്ന അവാർഡാണ്. 266 ആണ് അവന്റെ, 265.79 ആണ് സ്ട്രൈക്ക് റേറ്റ്, ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ്. രണ്ടാമത്തത് ഫാന്റസി പോയിന്റ് ഏറ്റവും കൂടുതൽ പയ്യനായിരുന്നു, അതിനും 1 ലക്ഷം രൂപ. ആദ്യത്തെ സൂപ്പർ സ്ട്രൈക്കറിന് 1 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് സൂപ്പർ 6 ഏറ്റവും കൂടുതൽ 6 അടിച്ചത് 15 6 അടിച്ചു, അതിനും 1 ലക്ഷം രൂപ. പിന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ഓഫ് കോഴ്സ് അവനായിരിക്കണമല്ലോ, അതും ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ T20 ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണ് സെഞ്ചുറി അടിക്കുന്നത്. ആ ഒരു പട്ടവും കൂടെ ഈ പയ്യന്റെ പേരിലാണ്. അന്നേരം മൊത്തത്തിൽ 4 പ്രൈസ് ആണ് ഇന്നോന് കിട്ടിയേക്കുന്നത്. 4 എല്ലാത്തിനകത്ത് 1 ലക്ഷം 4 ലക്ഷം രൂപ ആ ഒരു വകുപ്പ് വഴി കിട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കം നോക്കണ്ട, 1 കോടി 10 ലക്ഷത്തിന്റെ മുതലാണ്. 14 വയസ്സുള്ള സമയത്ത് അവൻ കോടിപതി. നമ്മളിവിടെ കോടി അടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ, 14 വയസ്സിൽ സ്വന്തം ഷഡ്ഡി പോലും സ്വന്തമായിട്ട് കഴിവിടാനുള്ള കഴിവില്ലായിരുന്നു നമുക്കൊന്നും. അതാണ് അവിടെ അല്ല, അവനവിടെ പോയിട്ട് കോടി അടിച്ച് സെഞ്ചുറി അടിക്കുന്നു. എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ചെറുക്കൻ്റെ ഒക്കെ കളി കണ്ണ് നിറഞ്ഞ അവന്റെ ബാറ്റിംഗ് ഉണ്ട് സത്യം. എടേ അവന്റെ മുഖം കാണും, എന്തൊരു ഓമനത്തുള്ള മുഖം. ഈ മുഖം വെച്ചിട്ടാണ് ഈ മാടന്മാരെ അടിച്ച് 6 കളയെന്ന് ഓർക്കുമ്പോഴാണ് ഇന്ന് അടി കൊണ്ടവന്മാര് കിടന്ന് ഉറങ്ങുവോ. ഈ പയ്യന്റെ കയ്യിൽ നിന്ന് ഇത്രയും സിറാജൊക്കെ നല്ല തിളങ്ങി നിൽക്കുകയാണ്. ഇനി അടുത്ത കളി മുംബൈ ആയിട്ടാണ് വരുന്നത്. ബുംറയ്ക്ക് കൂടി ഇവന്റെ കയ്യിൽ കിട്ടണം. ബുംറയുടെ പകുതി അഹങ്കാരവും കുറയും. ബുംറയൊക്കെ ചത്ത് പിന്നെ നോക്കിയാൽ മതി, ചത്ത്. ബുംറയ്ക്കാണ് അടി കിട്ടി കഴിഞ്ഞാല് 14 വയസ്സുള്ള ഒരു പയ്യനെ എടുത്തിട്ട് അറഞ്ചാം പറഞ്ഞോ അടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് ജീറ്റിക്കാർ കിടന്നുറങ്ങത്തില്ല. അമ്മാതിരി അടി ആ ചെറുക്കൻ അടിച്ചു വിട്ടത്. പിന്നെ ഇവന്റെ ഈ ഒരു അറ്റാക്കിംഗ് ശൈലി തന്നെയാണ് ഇവന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അവന്റെ ഏറ്റവും വലിയ സ്ട്രെങ്തും അതാണ്, അവന്റെ ഏറ്റവും വലിയ ഡ്രോബാക്കും അതാണ്. എന്നാൽ ഇവൻ ഡിഫെൻഡിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. ഇവൻ എറിയുന്ന എല്ലാ ബോളും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാ ബോളും, ഇനി നല്ല ബോളാണെങ്കിലും മോശം ബോളാണെങ്കിലും എല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറെ ചാൻസസ് ആക്ച്വലി ഇവന് എന്താ പറയുക എഡ്ജ് പിടിച്ച് തന്നെ കുറെ 4 പോയി. ഔട്ട് ആവേണ്ട കുറെ ബോൾസ് ഉണ്ടായിരുന്നു. അന്നേരം കുറച്ച് ഭാഗ്യവും കൂടി ഈ പയ്യന്റെ വശത്തായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഇവൻ ഇന്നത്തെ ഒരു ദിവസം ആ ഒരു സെഞ്ചുറി തയ്ക്കാൻ പറ്റിയത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവന്റെ പവർ, 14 വയസ്സുള്ള ഒരു പയ്യന്റെ പവർ അല്ല ഇവനുള്ളത്. എനിക്കറിയാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ ഇത്രയും പവറുള്ള, ഇത്രയും ഒരു 90 സിമ്പിളായിട്ട് അടിച്ച് അപ്പുറം കളയാൻ പറ്റുന്ന 14 വയസ്സുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്തുവാടേ ഒരു മയവില്ല അടിക്കുന്നതിന്, അമ്മാതിരി അടിക്കുന്നേ. കളി കണ്ടവർക്ക് മനസ്സിലാവും. എന്താണെങ്കിലും ഇന്നൊരു അത്ഭുത മാച്ചാണ് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റ്മെന്റോട് കൂടി ഈ ഒരു വീഡിയോ ചെയ്യാൻ. ഞാൻ ഈ ഒരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നത്തെ കളി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു സന്തോഷം എവിടെങ്കിലുമൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ അത്രേ ഉള്ളൂ ഗൈസ്. കളി കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കളി കാണാതെ പോയവർക്ക് വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് കളി കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ കൂടുതൽ IPL കാണാത്ത ആൾക്കാരാണ്. അന്നേരം പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര നാട്ടൊന്നും ചെയ്യാതിരുന്നത്. അപ്പൊ ശരി ഗൈസ്, കൂടുതലൊന്നും പറഞ്ഞ് കൊളാക്കാൻ നിൽക്കുന്നില്ല. ടാറ്റാ, ബൈ ബൈ.